പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊന്ന് വീഡിയോ ഇടാണ്, നല്ലൊരു വീഡിയോ ഇടാണ്. അപ്പം വീഡിയോയിലോട്ട് കളി തുടങ്ങാം. അപ്പം 6 ആയിട്ടുണ്ട് ഈ ഡിവിഷൻ. കൈനടിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു കളി കളിക്കാൻ പറ്റുള്ളൂ കൈനടിയോ. ഈ വീഡിയോ മാക്സിമം 2 കളിക്കാൻ നോക്കാം. സമയമില്ല. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബും ചെയ്യുക, വ്യൂസും തരിക. മാക്സിമം ഒരു വീഡിയോ അല്ല, എല്ലാ വീഡിയോയും ഫുള്ളും കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. ഇത് വന്ന് കളിക്കാൻ താല്പര്യമുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് അഥവാ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി ഇട്ടാൽ മതി. ഞാൻ വന്ന് മെസ്സേജ് ചെയ്യിക്കാം. കളിക്കാം. നിങ്ങൾ കാണുമ്പം കളിക്കുന്നെങ്കിൽ കളിച്ചാൽ മതി. അല്ല, കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് പറയാം. ഇപ്പോൾ നമുക്ക് അവൻ്റെ അവൻ്റെ ഇത് നോക്കാം. ഗൈസ് ഇപ്പോൾ നമുക്ക് അവൻ്റെ ടീം നോക്കാം. കുഴപ്പമില്ല അത്യാവശ്യം. ഈ എമാല് ബൂസ്റ്റർ അല്ലേ, ഈ എമാല് കൊള്ളാൻ തോന്നുന്നു. അപ്പോൾ കളി തുടങ്ങുമ്പോൾ അപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ കളി നമ്മൾ ജയിക്കുമോ തോക്കുമോ നോക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിവിഷനൊക്കെ പുഷ് ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റിൽ പറയാം. ഡിവിഷൻ 1 അടിച്ചിട്ടുള്ളവരെ കമൻറ്റ് ചെയ്യണം. സോള അപ്പം നൈസ് ക്ലിയറൻസ് ആയിരുന്നു എൻ്റെ അത്. ബൈസൈക്കിൾ കിക്കിൽ കൂടെയാണ് ആ ക്ലിയറൻസ് വന്നത്. സോളോ അവനും ക്ലിയറൻസ് ബൈസൈക്കിളിൽ കൂടെ ആയിരുന്നു വന്നത്. അത് കോർണറാണോ അല്ലെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോൾ തന്നെ വിസിൽ വന്നു. ഹീറോ ഷൂട്ടൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് ചെയ്ത്. നമ്മൾ തോറ്റ കളിയായാലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഷൂട്ടെങ്കിലും വേണ്ടതാണ്.
ഗൈസ് കളി ഇതാ പറയാൻ തന്നെ ഞങ്ങൾ പോവുകയും ചെയ്തു. ഈ കളി ഒരു കൊള്ളാത്ത കളിയായിരിക്കും ഞാൻ കളിക്കുന്നത്. കാരണം ഒരു അധികം വേണ്ട കളിയാണ് കളിക്കുന്നത്. ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്ത നമുക്കൊരു 6 കാർഡ് ഇട്ടിട്ട് ഒരെണ്ണം കൊടുക്കാം. ഗോള് അല്ല ഗൈസ്. ഗൈസ് ഫ്രീ ആയിരുന്നു അവൻ, പക്ഷേ ഹെഡ് ചെയ്തതാണ് വിഷയമായിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഷൂട്ടങ്ങനെ വന്നെന്ന് തോന്നുന്നു. ഹസാർഡ് ഹാരി കെയ്ൻ അവിടെ ഫ്രീ ആയിരുന്നു. എന്താണ് ചോദിച്ചാൽ സോളോ റൺ നൈസ് കയറ്റായിരുന്നു ചോദിച്ചാൽ അവൻ്റെ. ഷൂട്ടിങ്ങൊക്കെ ഓൺ ചെയ്ത് കേട്ടോ. അവപ്പം രണ്ടെണ്ണം കൊണ്ട് ചെയ്യുന്നത്. പൈസ അടിച്ചിട്ടുണ്ട്. കളി ഇങ്ങനെ തോറ്റിനാൽ ഈ കളി തോറ്റിനാൽ പൊട്ട കളിയായിരിക്കും. കാരണം കിട്ടില്ല കളിയായിരുന്നു നമ്മൾ കളിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ തോറ്റിനാൽ എനിക്ക് തോന്നുന്നില്ല ഈ കളി ഞാൻ നിൽക്കുന്നു. കാരണം ഒരു കിട്ടുമ്പോൾ നല്ലോണം ഗൈസ്. എന്താണ് ഇതൊന്ന് പാസ് ഒന്നും കറക്റ്റിന് ചെയ്യാൻ ഗൈസ്. അയ്യോ ശരിയാണ് ഗൈസ്. കളി അങ്ങോട്ട് എന്താണ് ഗൈസ് എംബാപ്പെ എത്ര ഒന്നും ഹെഡ് ചെയ്യാറുണ്ട് ഗൈസ്. ഏതാണ്ടോ പാസ് പോണില്ല ഗൈസ്. എപ്പോൾ നെക്കിയതാ പാസ്സൊക്കെ. മെയിൻ പ്രോബ്ലംസാണ് ഗൈസ്, മെയിൻ പ്രോബ്ലംസ്. ആൻഡ്രിക്കൊക്കെ എവിടെ കയറിപ്പോയി നോക്കി ഗൈസ്. ആൻഡ്രിക്കൊക്കെ അങ്ങ് വന്നു. മറ്റേ അങ്കര മെസ്സി ഉണ്ടല്ലോ 110 മെസ്സി കയറുന്നാണ് കയറിപ്പോയി. ഒരു സെറ്റാവുന്നില്ല, ഒന്നും സെറ്റാവുന്നില്ല. പാസിങ് ആയാലും എന്തായാലും ഒന്നും സെറ്റാവുന്നില്ല. നമുക്കൊരു അറ്റാക്ക് ഇടാം, എന്നിട്ട് സമനില തന്നെ പിടിക്കണ്ടേ. എങ്കിൽ രണ്ടടി അങ്ങ് ജയിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാണ്. കാരണം ഈ കളി ഒന്ന് ജയിച്ചിട്ടിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാണ്. കണ്ടു ചോദിച്ചു അവൻ്റെ പാസിങ് ഉണ്ടോ, കറക്റ്റ് പാസ്. നമ്മളൊക്കെ ഇപ്പോൾ പാസ് ചെയ്ത് തന്നെ മറ്റേ വന്ന് എടുത്തിട്ടായിരിക്കും പാസ് കൊടുക്കുന്നത്. ഇതൊരു റണ്ണാണ്, ഇതൊരു ഗോൾ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഗോള് അപ്പം നമുക്ക് ഒരു ഗോൾ അടിക്കാം. അങ്ങനെയാണ് നമ്മളെ കംബാക്ക്. ഇത്രയും കംബാക്ക് ആയിരിക്കും. ഗായ്സ് അപ്പോൾ സമനില തീർന്നിരിക്കുകയാണ് കളി. നമുക്ക് അടുത്ത കളി ജയിക്കാം. അടുത്ത കളി ജയിക്കാൻ നോക്കാം. ഐസപ്പോൾ കളി വരട്ടെ. ഐസപ്പോൾ നമുക്ക് അവൻ്റെ ടീം നോക്കാം. കളി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും
നോക്കട്ടെ, കൊച്ചു ടീമാൻ തോന്നി എൻ്റെ കണ്ടിട്ട് തോന്നുന്നു. മറ്റേ റൊണാൾഡോ ഉണ്ടല്ലോ എൻ്റെ 100 രൂപയ്ക്ക്, അത് മാത്രമേ കാണത്തുള്ളൂ. അത് റൊണാൾഡോ ഫാനാട്ടോ. നിങ്ങൾക്കാരും ഇഷ്ടമെന്നുള്ള കമൻറ്റിൽ പറയണം. കാരണം കളി തുടങ്ങട്ടെ ഗൈസ്. അപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഈ കളിയിൽ നമുക്ക് ജയിക്കണമല്ലേ? എനിക്ക് നാണക്കേടാണ്. നമ്മൾ കുറേ കളി പഠിപ്പിച്ച് തോറ്റില്ല, അമ്മനില്ല, ഒരു 2 അടി തോറ്റുണ്ടോ ഗൈസ്? അങ്ങനെ തോറ്റിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള 2-3 ആകുമ്പോൾ പാടായിരിക്കും ഗൈസ്. ചിലപ്പം എന്താണ് ഇഷ്ടം? ഞാൻ കളിക്കുന്ന കളി എന്താണ് ഈശോ നമ്മൾ കളിക്കുന്നത്? അവനെനിക്ക് ഒട്ടും കളിക്കാറുണ്ടോ ഈശോ? എന്ത് ലക്കിനാണ് ഈശോ കളിക്കുന്നത്? ഞാൻ കാണിക്കുന്നുണ്ടോ ഈശോ? എനിക്ക് ഫോണോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറേ കളിയായിട്ട് ഇങ്ങനെ തന്നെ കളിക്കുന്നു. അയ്യോ, ഇങ്ങനെ എനിക്ക് പിടിക്കുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല ഈശോൻ്റെ. അവൻ കിടന്ന് ഇങ്ങനെ കാണാം. എനിക്കൊരു ഇതില്ല, അവനായിട്ടൊരു ടെക്നിക്കില്ല, അങ്ങനെ ഒരിതില്ല. ഇങ്ങനെ കളിക്കാരനൊക്കെമാരായിട്ട് അടിക്കുമ്പോൾ പാടാണ്. ഇപ്പം കോണടുക്കുവാണ്. കോണടുക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. എന്ത് ചെയ്തു? ഷോക്കാണ്. എന്ത് ചെയ്തു? എന്താണ് ഈശോൻ പൗസ് അടിച്ചല്ലോ? 12 ശിക്ഷയുടെ കിട്ടുമെന്ന് തോന്നുന്നു. കളിക്കാറിയാമെന്നാന്ന് തോന്നുന്നു. അത്യാവശ്യം പണ്ടത്തെ അതാണ് അവൻ്റെ ഒരു ടെക്നിക്ക് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ബോളും പിടിച്ച് കറയിക്കൊണ്ടിരിക്കുന്നു. അത് കുട്ടിയിലെ പാസ്സായിരുന്നു കേട്ടോ ഒരു ഗോള്. ഐസപ്പം എത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടക്കല്ലി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗോളെങ്കിലും അടിക്കണ്ടേ? അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ഐസപ്പം എപ്പോഴും ഷോയാണ്. ഈ പ്രാവശ്യം അവൻ്റെ ഇതാക്കിയിട്ടുണ്ട് നമ്മൾ. എനിക്ക് തോന്നുന്നൊരു ബ്ലിറ്റ്സ് അങ്ങോട്ട് അടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നില്ലേ ചേച്ചി? ഞാൻ വീഡിയോ ഇടാന്നോടെ ഇത് സോളോ വെച്ച് കുറേ അടിച്ചിട്ടുണ്ട്. സോളോ നല്ലോണം കളിക്കും. ഇപ്പം അടിക്കാൻ പറ്റും. എന്താ പറയാൻ വയ്യ. മണ്ടക്കളിയാണ് കളിക്കുന്നത്. അത് കയറിയ ജസ്റ്റ് മിസ്.
ഇതാണേ നോക്കിക്കൊണ്ടിരുന്നത് സോളയ്ക്ക് വേണ്ടി തന്നെ അവിടെ അങ്ങനെയൊക്കെ കളിച്ചത്. എനിക്കാണെങ്കിൽ ഇവിടെ വളരെ ശരിയായിരുന്നു. പക്ഷേ എനിക്ക് സോളോ ചേട്ടൻ അടിക്കണം എന്നെ കളിച്ചത്. പക്ഷെ എന്തായാലും ഈ കളി ജയിക്കും, ഉറപ്പാണ്. 100% ഉറപ്പാണ്. ഈ കളി എന്തായാലും നമ്മൾ ജയിക്കും. ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫൗള് ചെയ്ത് ദേഷ്യം വരുന്നത് എനിക്ക്. ഇതിൻ്റെ എടുക്കാമെന്ന് ചുമ്മാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ദേഷ്യം വരും. എടുക്കുന്നത് അങ്ങനെ എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ശിവൻ്റെ വിചാരം മറ്റേ അങ്കൽ മെസ്സിയാന്ന് തോന്നുന്നു അടിക്കാൻ നോക്കുന്നത്. സാധാ മെസ്സിയല്ലേ സോളോ തന്നെ. ഇപ്പം മറ്റേ അത് വന്നപ്പോൾ ഭയങ്കര പവറായിരുന്നു. ചുമ്മാ അടിയായിരുന്നു. സോളോ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നു. അയ്യോ എൻ്റെ സോളോ മോനെ, എൻ്റെ ആ സോളോയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നേ. ശശിവൻ എടുത്തു. ഓ ഗോളി ചെയ്താ ഞാനായി നമ്മളെ സ്ക്രിപ്റ്റാണ്. സോളോ ഓടി വരുന്നുണ്ട്. സോളോ ഇസ് കമ്മിങ്. ഓ ഇങ്ങനെ അടിച്ചു കേട്ടാ, എങ്ങനെയും ഒക്കെ അടിച്ചേ. പോട്ടെ, അവൻ കളിച്ചില്ലേ. ഞാനാണെങ്കിൽ ഒരു പൊട്ടൻ കളി കളിക്കുന്നുണ്ടാ, എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചുമ്മാ ഈസി ആയിട്ട് കളിക്കുന്നത്. ഞാൻ മറ്റേ സോളോ വെച്ച് തന്നെ ടാർഗറ്റൊക്കെ ചെയ്ത് കളിക്കുക. ടാർഗറ്റ്. അയ്യോ പക്ഷെ നൈസ് പാസ് കേട്ടാ, നൈസ് പാസ്സായിരുന്നു. നിങ്ങൾ ജസ്റ്റ് മിസ്സിനെ തോന്നുന്നു ഓഫ് സൈഡ്. നമുക്ക് നോക്കട്ടെ, അടിച്ചാൽ നമുക്ക് ഹാരിക്കേനെ ചുമ്മാ ലൈസ്. ഹാരിക്കേനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമ്മളെ പയ്യില്ലായിരുന്നു. ചുമ്മാ ലൈസ് അപ്പം കളിക്കുന്നില്ലല്ലോ ഐസ്. അപ്പം നമുക്ക് കളി തുടങ്ങട്ടെ. അപ്പം നമുക്ക് ഐസ് അപ്പം അവൻ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നോക്കാം. അയ്യോ എന്തോ പൈസ കാണിച്ച് ക്ലിയർ ആയിട്ട് ചുമ്മാ ക്ലിയർ പെട്ടെന്ന് കാണാം. അതുകൊണ്ടായി കാണാം. പക്ഷെ പാസ്സല്ലേ കഴിച്ചു കൊടുത്തത്, ത്രൂ വേണം കഴിക്കുന്നത്. ഒരു ഗോളാ കഴിച്ച് എങ്ങനെയും ഒക്കെ അറിയാതെ ലക്കിനെ എറിയാലും കയറും. അതുകൊണ്ട് ഒരു ഗോളിൻ്റെ ലീഡ് പോരല്ലോ. അത് ഏതാ ഫസ്റ്റ് ടൈം തന്നെ അവൻ ഫേക്കായി. അത് കണ്ട ഓടിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ഒരു കൊണ്ട് ലീഡ് പോരാ ഒന്നും അടിക്കാൻ വേണ്ടി ചുമ്മാ അടിച്ചു. അപ്പം തന്നെ അടിച്ചിട്ടുണ്ട്. ഇവരുടെ ചുമ്മാ അടിക്കാൻ കഴിച്ചു. അവനെ ചുമ്മാ അടിക്കുന്നതാണ്. എന്താണ് ചുമ്മാ കാണിക്കുന്നത്. നമുക്ക് ലോങ്ങൊക്കെ വെച്ച് സോളോനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. സോളോ 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 ഫൗൾ.
ഗൈസ് ഇപ്പം ഈ വീഡിയോയുടെ ഞാൻ നിർത്തുവാണ്. സമയമായി ഗൈസ്, കുറേ ആയി. ഇവരോട് കളിക്കണമെങ്കിൽ കളിക്കാം ഗൈസ്. പക്ഷേ ഇവരോടും കൂടെ കളിക്കണമെങ്കിൽ കളി തീർന്നിട്ടുണ്ടായി. ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പോയിൻ്റ് കൂടെ വേണം. 2 പോയിൻ്റ് കൂടെ മതി. കളിക്കണോ ഗൈസ്? നിങ്ങൾ പറ ഗൈസ്. ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്, കളിക്കണം ഗൈസ്. ഇപ്പോൾ ഇന്നത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ വല്ലതും നമുക്ക് ഇടാം. നാളെ നമുക്കൊരു ഡിവിഷൻ 5 അടിക്കുന്ന ഇടാം. അപ്പോൾ ഇന്നത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.